എന്താണ് OBA പ്രോസസ്, അതിലെ സെക്ഷൻസ് എന്താണ്, ഇപ്പോഴും NCLEX തന്നെയല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. ഇതിനൊരു മേജർ ചേഞ്ച് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ this process is more simplified. Theory you can do it in your home country, that is outside Australia. Okay. What about a diploma nurse? Can they do an OBA process, or is there any option for them to do this OBA process? Okay. During this visiting visa, they cannot work, they cannot search for a job. You can book a date only once you get a visa. Aranava. Enroll nurse avanda Aranava. Hello everyone. Welcome to our channel. Overseas nurses ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് ഇന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം OBA പ്രോസസ്സ്, ബ്രിഡ്ജിംഗ് പ്രോഗ്രാം മാറി OBA പ്രോസസ്സ് ആയത്. പക്ഷേ എന്നാലും OBA പ്രോസസ്സിനെ കുറിച്ചുള്ള കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ കൂടെ ഇന്നുള്ളത് മിസ്റ്റർ തോമസ് ചെറിയൻ, ജനറൽ മാനേജർ ഓഫ് MWT. സോ വെൽക്കം സർ. സർ, OBA പ്രോസസ്സിൻ്റെ, അതായത് 2020 OBA പ്രോസസ്സ് വന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. പക്ഷെ എന്നാലും അത് അന്ന് വന്നപ്പോൾ ചെയ്തത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പം 4 years കഴിഞ്ഞു. സോ അതിൻ്റെ ഒരു അപ്ഡേറ്റ്, അല്ലെങ്കിൽ എന്താണ് OBA പ്രോസസ്സ്, അതിലെ സെക്ഷൻസ് എന്താണ്? കാരണം ഇപ്പോഴും ചില എൻക്വയറീസ് അല്ലെങ്കിൽ കോൾസ് വരുമ്പോൾ ഇപ്പോഴും NCLEX തന്നെയല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. സോ ജസ്റ്റ് ടു ഗിവ് എ ക്ലാരിഫിക്കേഷൻ ഫോർ ദാറ്റ്, can you please explain what OBA is? Okay, OBA is outcome based assessment. Okay. So നേരത്തെ സോണിയ പറഞ്ഞ പോലെ നമുക്കൊരു ചേഞ്ച് 4 years ആയിട്ട് വന്നു. അതിന് മുമ്പ് ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ, ഇതിനൊരു മേജർ ചേഞ്ച് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് പ്രോസസ് ഇസ് മോർ സിംപ്ലിഫൈഡ്. നഴ്സസിന് കുറച്ചുകൂടെ സിംപ്ലിഫിക്കേഷൻ വന്നു. നേരത്തെ അങ്ങനെയല്ല, നമ്മൾ നഴ്സിംഗ് പ്രോസസ്സ് നമ്മൾ അപ്ലിക്കേഷൻ ഇട്ടിട്ട് വി ഹാഡ് ടു ഗോ ടു ഓസ്ട്രേലിയ ഫോർ എ ബ്രിഡ്ജിംഗ് പ്രോഗ്രാം. ഇറ്റ് കോസ്റ്റ് ആയിരുന്നു. ഇപ്പം നമ്മൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഈ OBA പ്രോസസ്സ് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഈ OBA പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഔട്ട്കം ബേസ്ഡ് അസസ്മെന്റ് ആണ്. അപ്പോൾ അസസ്മെന്റ് എന്ന് പറയുന്നത് 2 സെക്ഷൻ ഉണ്ടാവും. One is theory, we have to assess a theory, and second is a practical assessment. Okay. Theory you can do it in your home country, that is outside Australia. Okay, in any of the places avada cheyyam. Practicals പക്ഷേ OSCE എന്ന് പറയുന്ന എക്സാമിനേഷൻ they have to be in Australia to do that. So ആ ഒരു സമയത്തേക്ക് മാത്രം നമ്മൾ അവിടെ ചെന്നാൽ മതി. അപ്പം രണ്ട് ഭാഗം, ഒന്ന് MCQ, ഒന്ന് OSCE. ഇപ്പം ഹോം കൺട്രിയിൽ നിന്ന് ചെയ്യാന്ന് പറഞ്ഞു. ചില സ്റ്റുഡൻസ് ഒക്കെ ഓൾറെഡി എന്താ പറയാ, സ്റ്റുഡന്റ് വിസയിലൊക്കെ ട്രാവൽ ചെയ്തവരുണ്ടാവുമല്ലോ, ഓസ്ട്രേലിയയിലുണ്ടാവും, അവർക്കും ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അവര് അവിടെ MCQ എന്ന് പറയുന്ന എക്സാം അവിടെ ചെയ്താൽ മതി, ഓസ്ട്രേലിയയിൽ ചെന്ന് ചെയ്താൽ മതി. Anywhere where there is a Pearson View exam center. Okay, fine. So ഇപ്പം 2 സെക്ഷൻ ഞാൻ പറഞ്ഞ പോലെ MCQ ഉണ്ട്, OSCE ഉണ്ട്. അപ്പം ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് എങ്ങനെയാണ് സർ? അതല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണോ അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ പല സ്റ്റേജസ് ഉണ്ടോ, അതെങ്ങനെയാണ്? ഓക്കെ, സി ആപ്ലിക്കേഷൻ പ്രോസസ്സും സിംപ്ലിഫൈ ചെയ്തേക്കാണ്. ഓസ്ട്രേലിയൻ നഴ്സിംഗ് ബോർഡ് ആഗ്രഹിക്കുന്നത് any nurse can themselves apply for this process. Okay. But what happens is most of the times അവർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ കുറേ ചോദ്യങ്ങൾ വരുമ്പോൾ they become panicked. അത് ഞാൻ കൊടുത്തത് ശരിയാണോ, നമ്മൾക്ക് ഔട്ട്കം കറക്റ്റായിട്ട് വരുമോ, ഇതെല്ലാം പ്രശ്നങ്ങൾ വരും. അവിടെയാണ് MWTയിൽ വി ക്യാൻ സപ്പോർട്ട്. ബിക്കോസ് നമ്മൾക്ക് ഓൾമോസ്റ്റ് 22 years ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. സോ വി ക്യാൻ സപ്പോർട്ട് ദം ഇൻ അപ്ലൈങ് ഫോർ ദ. സോ വി വിൽ വെരിഫൈ ദ ഡോക്യുമെന്റ്സ് ആൻഡ് ദെൻ അപ്ലൈ ഫോർ ദം. സോ അതാണ് അപ്ലിക്കേഷൻ പ്രോസസ്. അപ്ലിക്കേഷൻ പ്രോസസ്സിനകത്ത് നമ്മൾ ആദ്യത്തെ ഒരു സെൽഫ് ചെക്ക് ഉണ്ടാവും. ആ സെൽഫ് ചെക്കിനകത്ത് നമ്മൾ ബേസിക് ഇൻഫർമേഷൻസും ബേസിക് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ വെദർ വി ആർ എലിജിബിൾ ടു മൂവ് അഹെഡ് വിത്ത് ദ അപ്ലിക്കേഷൻ പറഞ്ഞു കഴിയും. വൺസ് യു ആർ എലിജിബിൾ, ദെൻ നമുക്ക് ഇതിൻ്റെ ഒരു ഓറിയന്റേഷൻ ഉണ്ടാവും. ഓക്കെ, ആ ഓറിയന്റേഷൻ കഴിയുമ്പോൾ ദെൻ വി ഹാവ് ടു അപ്ലോഡ് ദ ഡോക്യുമെന്റ്സ്, ബേസിക് ഡോക്യുമെന്റ്സ്. നമ്മൾ ആ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് എ പോർട്ട്ഫോളിയോ ഔട്ട്കം. ഓക്കെ, and so portfolio outcome എന്ന് പറയുമ്പോൾ portfolio outcome it is you are eligible to do this OBA process provided you complete the MCQ and OSCE. Now MCQ എന്ന് പറയുന്നത് ഒരു എക്സാമിനേഷൻ ആണ്, പ്രാക്ടിക്കൽ തിയറി എക്സാമിനേഷൻ ആണ്. അതാണ് നമുക്ക് അത് ചെയ്യണം. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് you get a you can finish off your registration. Successfully complete the NCLEX, and only after the completion they can go for the OSCE. Exactly. Okay, sir, ഇപ്പോൾ പറഞ്ഞു NCLEX home country എവിടെ ആണെങ്കിലും ചെയ്യാം, Pearson View Center മാത്രം മതി. And so OSCE exam ആണെങ്കിൽ definitely they have to travel to Australia to do the clinical examination. Exactly. So ഈ OSCE എന്ന് പറയുമ്പോഴത്തേക്കും it's a clinical examination definitely, but can you just elaborate it how the exam would be? Okay, OSCE examination is a 10 station examination clinical. Okay.
അത് ശരിക്കും പറഞ്ഞാൽ 1 hour 40 minutes കൊണ്ട് തീരാവുന്ന എക്സാമിനേഷൻ ആണ്. ബട്ട് ഈ 1 hour 40 minutesലേക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ടി വരുന്നത്. ആ പോകുന്നത് of course there should be an invitation for the examination and then based on that we reach there. ഈ 1 hour 10 stations എന്ന് പറയുന്നത് 2 minutes നമ്മൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാനും 8 minutes പെർഫോം ചെയ്യാനും അവസരമുണ്ട്. ഇത് ക്ലിയർ ആയിട്ട് 10 സ്റ്റേഷൻ ക്ലിയർ ചെയ്യുമ്പോഴാണ് ഓസ്കി നമ്മൾ ക്ലിയർ ആയെന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന് പല സിനാരിയോസ് ആയിരിക്കാം. ആ സിനാരിയോസ് നമ്മൾ പെർഫോം ചെയ്ത് കാണിക്കണം. അത് വ്യക്തമായിട്ട് ചെയ്താൽ മാത്രമേ, അത് ക്ലിയർ ആയാൽ മാത്രമേ വി ഗെറ്റ് ക്ലിയറൻസ് ഇൻ ഓസ്കി ക്ലിയർ ആയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി അഥവാ ഒരു അറ്റംപ്റ്റ് പാസ്സായില്ലെങ്കിൽ then they can reappear, but they have to pay the fees again. Obviously. ഓക്കെ, സോ ഓസ്കി കഴിഞ്ഞു, കാൻഡിഡേറ്റ് MCQ കഴിഞ്ഞു, ഓസ്കിയും കഴിഞ്ഞു. ഈ ഓസ്കിക്ക് സെന്റേഴ്സ് എവിടെയാണ് ഓസ്ട്രേലിയയിൽ? കറന്റ്ലി ദ ഫസ്റ്റ് സെന്റർ വാസ് ഇൻ അഡ്ലൈഡ്. ഓക്കെ, ടെസ്റ്റ് അഡ്ലൈഡിലായിരുന്നു. ഇപ്പോൾ അവർ മെൽബണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നൗ there are 2 centers where they can appear. Initially I think there was only one. Initially there was one, but now they have extended it to Melbourne also. So the dates are more over there. So അതിന് നമുക്ക് we can attempt. കാൻഡിഡേറ്റ്സിന് അങ്ങനെ അത് വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, അവർക്ക് കൺവീനിയന്റ് ആയിട്ട് കിട്ടും അല്ലേ? അപ്പം ഈ ഓസ്കിക്ക് സ്റ്റുഡൻസ് ഓസ്ട്രേലിയയിലേക്ക് ട്രാവൽ ചെയ്യണം. So what are the options they could travel? In which visa they can travel? Okay, the first and basic this thing is they can travel on a visiting visa. Okay, that is what they expect. Okay, പക്ഷേ വിസിറ്റിംഗ് വിസയിൽ പോകുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾക്ക് ലിവിങ് കോസ്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ അവിടെ ചെന്നിട്ട് ഈ പറയുന്ന സമയത്ത് നമുക്ക് പ്രാക്ടിക്കൽസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, എവിടെയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ദേ അറ്റംപ്റ്റ് ദി എക്സാമിനേഷൻ ദെൻ കം ബാക്ക്. ഡ്യൂറിങ് ദിസ് വിസിറ്റിംഗ് വിസ ദേ കനോട്ട് വർക്ക്, ദേ കനോട്ട് സെർച്ച് ഫോർ എ ജോബ്, സോ ദേ ഹാവ് ടു അറ്റംപ്റ്റ് ദ ഓസ്കി. ഓസ്കിയുടെ റിസൾട്ട്സ് വരാൻ തന്നെ 6 weeks എടുക്കും. ഓക്കെ, so that is there are certain or backdrops ഉണ്ട്. അത് അങ്ങനെ ചെയ്യുന്നു. ഇപ്പം ഓസ്കിയുടെ ഫീസ് ഓസ്കി അറ്റംപ്റ്റ് ചെയ്തു, they can come back to their original place, wherever they are working they can continue their work. ഓസ്കിയുടെ റിസൾട്ട്സ് കഴിഞ്ഞിട്ട് പിന്നെ അവർ അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ ബാക്കി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മതി. 6 weeks എടുക്കും. ഓസ്കി എക്സാമിനേഷന് ഏറ്റവും നമുക്ക് സാധാരണ പോകുന്ന ഒട്ടുമിക്ക പിള്ളേരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് വിസയിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, ആ വിസിറ്റിംഗ് വിസയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ NCLEX&OCSE ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അവരെ ഓസ്ട്രേലിയൻ നഴ്സിംഗ് ബോർഡിനെ അറിയിക്കുമ്പോൾ then they give a eligible, that is they will give that you are eligible to do OSCE examination. Based on that we cannot book a date for OSCE. You can book a date only once you get a visa. Okay. So that means they want to make sure that you will be arriving for that examination. That is the reason. And once you book a date, you cannot postpone it because you already have a visa until unless there is a real reason behind it. So this is the way the OSCE examination is done. Okay, and for OSCE the visiting visa you have a 3 months duration. So you can go there. As I said, it's only 1 hour 40 minutes. You can attempt, you can come back to the home country and then do the next process. That is, once you clear your OSCE, you can go for the next process of registration. So OSCE, they have to travel in a visit visa, and definitely they have to meet the immigration requirements for them to travel, or rather submit for the visit visa application, isn't it, sir? ഓക്കെ, ഓസ്കി എക്സാം വരെയുള്ള കാര്യം സാർ പറഞ്ഞു. MCQ ആണ്, ഓസ്കി ആണ്, ക്ലിനിക്കൽസിൽ ഓസ്ട്രേലിയ പോകണം. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതെല്ലാം തുടങ്ങണമല്ലോ. അപ്പം ഈ നഴ്സസിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് ഈ OBA പ്രോസസ്സ് തുടങ്ങാൻ വേണ്ടി? ഓക്കെ, ഈ OBA പ്രോസസ്സിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓസ്ട്രേലിയൻ നഴ്സിംഗ് ബോർഡ് പറയുന്നത് that you should have a BSc, post BSc or masters. Okay. Qualification. അതായത് or AKF level 7 or above ആയിരിക്കണം. ഓക്കെ, അതാണ് ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു 3 months എക്സ്പീരിയൻസ് ഇൻ ദ ലാസ്റ്റ് 5 years, പിന്നെ വാലിഡ് രജിസ്ട്രേഷൻ. വാലിഡ് രജിസ്ട്രേഷൻ ഇൻ ഹോം കൺട്രി ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ലാംഗ്വേജ് വേണം. ഈ 4 കാര്യത്തിനകത്ത് 2 കാര്യങ്ങൾ, അതായത് ഒന്ന് experience, that is last 5 years 3 months experience or 450 hours of experience ഏതെങ്കിലും ഒരെണ്ണം അവർ അറ്റൈൻ ചെയ്തിരിക്കണം. ഈ കാര്യങ്ങൾ അറ്റ് ദി ലാംഗ്വേജ് 7 വേണം കേട്ടോ. ലാംഗ്വേജ് 7 വേണം. ഈ 2ന്റെ റിക്വയർമെന്റ് അവർ ചോദിക്കുന്നത് അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ മാത്രം. അതായത് നിങ്ങളുടെ
ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് ഹോം കൺട്രിയിൽ രജിസ്ട്രേഷൻ വേണം, ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്തിരിക്കണം, AKF level 7 or above ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ OBA സ്റ്റാർട്ട് ചെയ്യാൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇപ്പം സാറ് പറഞ്ഞു ഈ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ലെവൽ, ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലാണ് ക്വാളിഫിക്കേഷൻ എലിജിബിൾ ആവുന്നത്. അപ്പം വാട്ട് അബൌട്ട് എ ഡിപ്ലോമ നഴ്സ്? Can they do an OBA process or is there any option for them to do this OBA process? GNM nurses-ന് or AKF level 7 താഴെ ഉള്ള nurses-ന്, ഓക്കെ, നമ്മുടെ ഇന്ത്യൻ nurses GNM എന്ന് പറയുന്നത് AKF level 6 ആയിട്ട് കണക്കാക്കത്തുള്ളൂ. സോ AKF level 6-കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇൻ ഓർഡർ ടു for them to apply for this registration or start the registration process, they have to upgrade themselves to AKF level 7 or above ആയിരിക്കണം. Okay. അവിടെ വരും. അങ്ങനെ ആ കാര്യം വരുമ്പോഴാണ് what we have a better option for them. Okay. ഈ GNM nurses can take a course called GCAN, Graduate Certificate in Advanced Nursing, which is AKF level of 8. Higher than bachelor's. Okay. A 6 months program ആണ്. They can go, they can do it online or they can be in Australia, do it over there, and then complete the program, become eligible to apply for a registration process. Then they can apply for the AHPRA registration process just like a bachelor. Similar like a bachelor's or master's. Okay. So they too can apply. 100%. RN ആവാം. Enrollers ആവണ്ട, RN ആവാം. ഇപ്പം അവർക്ക് ഓൺലൈനും ചെയ്യാം. They can do it from online and they can become eligible for this registration process. That would be more convenient because most of the GNM nurses would be working. But not only GNM nurses would be working. Exactly. So definitely this can help them if they're doing online without affecting their work. പക്ഷേ if you ask me which is the best option, if they can go to Australia, then they do it over there. They can do part-time jobs over there. They can know the nursing process over there. They can get a first-hand experience over there. അവർക്ക് കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. So I suggest them they go for a GCAN ANP program. അപ്പോൾ അവർക്ക് ഓൾറെഡി they will be in Australia. They will get the NCLEX&OCSE and OSCE training also. Okay. So by the time they apply for the Australian nursing board, they are ready with the other areas. Okay. ഓസ്ട്രേലിയന്റെ നഴ്സിംഗ് പ്രോസസ്സ് തന്നെ അവർക്ക് അവിടെ നിന്നുകൊണ്ട് പഠിക്കാം, തിയറിയും പഠിക്കാം ആസ് വെൽ ആസ് പ്രാക്ടിക്കൽസിനും ചെയ്യാം. ഓക്കെ, അത് നല്ലൊരു ബെനിഫിറ്റ് ആണ്. അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. സോ this option even bachelors-കാർക്കും ചെയ്യാം. ഓക്കെ, അവരാരും തടസ്സപ്പെടുന്നില്ല. ബാച്ചിലേഴ്സിനും they can do this GCAN program. They can take this, be in Australia, get the NCLEX&OCSE training and then do the registration. They can complete the registration process. Okay. So that is the process. These are the options which we can give. Yeah, it's a new option which used for the GNM nurses. Exactly. ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തപ്പോഴത്തേക്കും ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ BSc ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാർക്കാണ്. ഇതിപ്പം GNM കഴിഞ്ഞ ആൾക്കും ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരു RN ആവാന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ പിന്നെ ഇവിടെ സാറ് പരാമർശിച്ചായിരുന്നു 1-2 തവണ AQF ലെവൽ എന്നുള്ളത്. AQF ലെവൽ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ആണ്. അതുപോലെ തന്നെ GCAN, ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഇൻ അഡ്വാൻസ് നഴ്സിംഗ്, ആ പ്രോഗ്രാമിന്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഈ പറയുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ സർ, നമ്മൾ ഇതെല്ലാം കവർ ചെയ്തു. എല്ലാവർക്കും അറിയേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസ്. അതെങ്ങനെയാന്നുള്ളതാണ്, ഏതൊക്കെ സ്റ്റേജിൽ എത്ര എമൗണ്ട് വരും എന്നുള്ളതാണ് മെയിൻ അറിയേണ്ടത്. ഇപ്പം ഫീസിന്റെ സ്ട്രക്ചറാണ് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും അറിയേണ്ടത്. അതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ബ്രിഡ്ജിംഗ് പ്രോഗ്രാമിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞു. അതിന് എങ്ങനെയാണ് കോസ്റ്റ് എഫക്റ്റീവ് ആക്കിയെന്നുള്ളതാണ് ഞാനിപ്പം നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, AHPRA application ഇടുന്ന സമയത്ത് we have to pay around $410 Australian dollars. Okay. Why I am saying in Australian dollars is നമുക്ക് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. So everybody should hear it in Australian dollars, should think about Australian dollars and then pay according to that. Okay. So $410 Australian AHPRA application ഇടുന്ന സമയം. Okay. Second, നമ്മൾ എപ്പം NCLEX/RN എഴുതാൻ റെഡി ആകുന്നു അന്നേരം NCLEX/RNന്റെ ടെസ്റ്റ് ഫീസ് അടയ്ക്കണം. ആ ടെസ്റ്റ് ഫീസിന് is around $350 US ആണ്. Okay.
മറ്റേതെല്ലാം ഞാൻ ഓസ്ട്രേലിയൻ ഡോളേഴ്സ് പറഞ്ഞത്. ഇത് $350 ആണ്, പ്ലസ് there will be a tax. So in total it comes around 397 USD. Okay. Then the third, once you clear your NCLEX/OCSE, then of course ഞാൻ പറഞ്ഞ OSCE അല്ലേ, ആ OSCE എക്സാമിനേഷന് നമ്മൾ ഫീസ് പേ ചെയ്യണം. ആ ഫീസിന്റെ കോസ്റ്റ് ആസ് $4,000. Okay. So $4,000 OSCE ഫീസ്. Then the fourth one is at the time of registration. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എക്സ്പീരിയൻസും ലാംഗ്വേജും നമ്മൾ കൊടുക്കേണ്ടത് ലാസ്റ്റ് സ്റ്റേജ് രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷന്റെ സ്റ്റേജിൽ നമുക്ക് വി ഹാവ് ടു പേ അറൌണ്ട് 505 AUD. ഓക്കെ. ഈ 4 കാര്യത്തിനകത്ത് ഒരെണ്ണം $US ആണ്, ബാക്കിയെല്ലാം AUD ആണ്. This is the fee structure which they have to be. Keep it in mind. You don't have to pay it at once. It's all stage by stage. So this is the process. And if ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ഇന്ത്യൻ റുപ്പീസിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് കം അറൌണ്ട് മോർ ദാൻ 3.5 or 4 lakhs. അതിന് താഴെ നിൽക്കത്തുള്ളൂ. ഞാനൊരു ഇച്ചിരി എക്സ്ട്രാ ആയിട്ട് പറഞ്ഞ, കാരണം ഞാൻ ഡോളർ റേറ്റ് മാറാം. ഓക്കെ, അതിൻ്റെ വെച്ചിട്ട് ഞാൻ കാൽക്കുലേറ്റ് പറഞ്ഞു. സോ ഇപ്പം പറഞ്ഞത് കോസ്റ്റ് എഫക്റ്റീവ് തന്നെയായി മാറും. ഇപ്പം ആദ്യത്തെ കോസ്റ്റ്ലി പ്രോഗ്രാം ശരിയാണ്, ഇതിന്റെ ഒരു 7 അടിയത്ത് പോലും അത് എത്തത്തില്ല. ബ്രിഡ്ജിംഗ് പ്രോഗ്രാം വാസ് ടു എക്സ്പെൻസീവ് ആൻഡ് ദേ ഹാവ് ടു ട്രാവൽ, ദേ ഹാവ് ടു ഷോ ദ ഫണ്ട്, എവറിത്തിങ് വാസ് ദേ. ആൻഡ് ഹിയർ ഈ പറയുന്ന പോലെ ക്ലിനിക്കൽ എക്സാം എഴുതാൻ വേണ്ടി മാത്രം ഒരു ഓസ്ട്രേലിയ പോയാൽ മതി. ആൻഡ് ആക്ച്വൽസ് ഇപ്പം ഈ പറഞ്ഞ ഫീസസ് എല്ലാം കമ്പാരിറ്റീവ്ലി കംസ് അറൌണ്ട് 3.5 to 4, which is very much cost effective. That is very right statement which you have made. So thank you so much for the details, and thank you for providing us more options for the OBA. OBA process എന്താണെന്ന് മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ OBA പ്രോസസ്സിന് എങ്ങനെ ഓസ്ട്രേലിയയിൽ എത്താന്നുള്ള ഓപ്ഷൻസും പറഞ്ഞു. അതുപോലെ GNMകാർ ഡിപ്ലോമ കഴിഞ്ഞ നഴ്സസിനാണെങ്കിലും എങ്ങനെ ഒരു RN പ്രോസസ്സിലേക്ക് എത്തിക്കാന്നുള്ള ഒരു കോഴ്സും അതിൻ്റെ പാത്വേയും ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് MWT കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്, ആൻഡ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ കണക്റ്റഡ്. താങ്ക് യു.